സ്റ്റാലിൻ അലീനയെ കാണാൻ വേണ്ടി ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീടെത്തിയിട്ട് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ അലീന വാതിൽ തുറക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു ക്ലയൻറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാളാണ്, മോള് പോയി ചായ എടുക്കുക അപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ അകത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഒരു അച്ഛനുണ്ടെന്നോ സ്റ്റാലിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ഞാൻ അലീനയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് പറയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്ക് അത്രയും മനക്കരുത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അത് അവൾക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന ചായയും കൊണ്ട് വരുന്നത് കാണുമ്പോൾ സ്റ്റാലിൻ അങ്ങനെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ടതും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താണ് ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അവളെ, അതെൻ്റെ മകളാണ് അലീന എന്ന് പറയാണ്. എന്നിട്ട് അലീനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സ്റ്റാൻലിയെ. അലീന അകത്തോട്ട് പോയതും സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവളെ കാണുമ്പോൾ എൻ്റെ അമ്മച്ചിയെ പോലെ തന്നെ ഉണ്ട്, 23 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മച്ചി മരിച്ചുപോയി, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. സ്റ്റാൻലി ഇറങ്ങാൻ നേരത്ത് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയുന്നില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നോ പറയാമെന്ന്, അപ്പോൾ എന്നെ അത്രയ്ക്കും തരം താഴ്ത്തരുത് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. പോകാൻ നേരത്ത് ബാലചന്ദ്രൻ്റെ കയ്യിൽ പിടിച്ച് പറയുന്നുണ്ട്, അവൾ നിങ്ങളെ അച്ഛാ വിളിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അത് അങ്ങനെയുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ മിസ്റ്റർ ബാലചന്ദ്രൻ, അച്ഛ എന്ന് വിളിക്കാനും അത് വിളിപ്പിക്കാനുള്ള ഒരു മനസ്സും. നിങ്ങളുടേത് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ്, നിങ്ങൾക്ക് കിട്ടിയ അതേ പരിഗണനയും സ്നേഹവും എനിക്കും കിട്ടണമെന്നില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് സ്റ്റാൻലി ഓരോ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ കണ്ണൊക്കെ കലങ്ങിയിട്ടാണ് സ്റ്റാൻലി തിരിച്ചു പോകുന്നത്. അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വന്ന ആൾക്ക് നല്ലൊരു സ്വഭാവമാണ്, നല്ല പെരുമാറ്റം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ബാലചന്ദ്രനെ സ്റ്റാൻലി വിളിക്കുന്നുണ്ട്, എനിക്ക് അലീനയെ ഒന്നുകൂടി കാണണം, ഞാൻ നേരെ കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾക്ക് അവളെ വേണോ വേണ്ടയോ, എന്നിട്ട് മാത്രം മതി ഇനി കാണലൊക്കെ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അതിനൊരു തർക്കവുമില്ല, എനിക്ക് അവളെ വേണം, അതിനി വേറൊരു മറുപടി ഇല്ല, ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല എനിക്ക്, പക്ഷേ എനിക്ക് ഒന്നുകൂടി അവളെ കാണണമെന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ ഞങ്ങൾ ടെക്സ്റ്റൈൽസിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ വെച്ച് കാണാം. സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് അവളുടെ ഫോട്ടോയും വീഡിയോയും വേണം, എൻ്റെ അപ്പച്ചനെ ഒന്ന് കാണിക്കണം എന്ന് പറയണം. അപ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കതൊന്നും പ്രശ്നമല്ല, നിങ്ങൾ ടെക്സ്റ്റൈൽസിൽ വന്നാൽ നിങ്ങൾക്ക് അവളെ കാണാം, ഒരു അരമണിക്കൂർ മാത്രമേ ഞങ്ങളവിടെ ഉണ്ടാവുള്ളൂ, അങ്ങോട്ട് പോന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.